So this is the continuation of the previous video, and in the previous video we discussed about the passive transport, and in this video we are going to discuss about the active transport. Okay, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പാസീവ് ട്രാൻസ്പോർട്ട് അതിൻ്റെ ടൈപ്സ് എല്ലാം കണ്ടു. ഇനി ഇതിനകത്ത് നമ്മൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിനെ പറ്റിയിട്ടാണ് പറയുന്നത്, ആൻഡ് അലോങ് വിത്ത് ദാറ്റ് അതർ ടൈപ്സ് ഓഫ് ട്രാൻസ്പോർട്ട് ഓൾസോ, അതായത് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ട് എന്നും കൂടിയും പറയും. അങ്ങനത്തെ ഒരു ഇതും കൂടി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നു. സോ ദ ഫസ്റ്റ് ഇസ് അബൌട്ട് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. അപ്പോൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is the transport of materials from a region of lower concentration to a region of higher concentration with the utilization of energy. അതാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൻ്റെ പ്രത്യേകത. ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ട് ദാറ്റ് റിക്വയർസ് എനർജി ആൻഡ് ഇറ്റ് ഈസ് എഗെയിൻസ്റ്റ് ദി ഇലക്ട്രോകെമിക്കൽ ഓർ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. അപ്പോൾ അത് എഗെയിൻസ്റ്റ് ആണ്, ലോവർ ടു ഹയർ ആണ്, അതായത് കുറവുള്ള സൈഡിൽ നിന്ന് കൂടുതലുള്ള സൈഡിലേക്ക് വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. അപ്പോൾ അങ്ങനെ ആയത് കാരണമാണ് അവിടെ ഒരു എനർജി യൂട്ടിലൈസേഷൻ വരുന്നത്. സോ പാർട്ടിക്കിൾസ് മൂവ് ഫ്രം എ റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ ടു എ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് അപ്പ് ഹിൽ മൂവ്മെൻറ്റ്. നമ്മൾ പാസീവ് ട്രാൻസ്പോർട്ടിനെ പറഞ്ഞത് ഡൗൺ ഹിൽ മൂവ്മെൻറ്റ് എന്നായിരുന്നു. അതായത് നമ്മളൊരു കയറ്റം കയറി വരുന്നതിനെയാണ് നമ്മൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. കയറ്റം കയറി വരുന്നു, അപ്പോൾ അങ്ങനെ കയറി വരുമ്പോൾ നമുക്ക് എനർജി ആവശ്യമാണ്. അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറുന്ന സമയത്ത് നമുക്ക് എനർജി ആവശ്യമാണ്. സ്റ്റെപ്പ് ഇറങ്ങുന്ന സമയത്ത് എനർജി ആവശ്യമുണ്ടോ? ഇല്ല, വളരെ എളുപ്പത്തിൽ വരും. സോ സ്റ്റെപ്പ് കയറുന്ന പ്രോസസ്സാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, സ്റ്റെപ്പ് ഇറങ്ങി വരുന്നത് പാസീവ് ട്രാൻസ്പോർട്ട്. പിന്നെ ഈ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൻ്റെ പ്രത്യേകത, ഇറ്റ് റിക്വയേഴ്സ് carrier proteins for the movement of particles which are of 3 types. ഓക്കെ, അപ്പോൾ നമ്മൾ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിലാണ് കാരിയർ പ്രോട്ടീൻസിൻ്റെ കാര്യം പറഞ്ഞത് ഇൻ പാസീവ് ട്രാൻസ്പോർട്ട്. പക്ഷേ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ അവിടെ കാരിയർ പ്രോട്ടീൻസിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ ട്രാൻസ്പോർട്ടേഷൻ നടക്കുകയുള്ളൂ. കാരണം ഇവിടെ എനർജി യൂട്ടിലൈസേഷൻ വരുന്നുണ്ട്. പിന്നെ വെറുതെ അങ്ങനെ ഡിഫ്യൂഷൻ പോലെ അത്ര എളുപ്പത്തിൽ മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. സോ ഇറ്റ് റിക്വയേഴ്സ് കാരിയർ പ്രോട്ടീൻസ്, ആൻഡ് ഇവിടെ വരുന്ന കാരിയർ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓഫ് 3 types. Uniport that carries one molecule in one direction, then symport that carries 2 or more molecules in the same direction, and antiport that carries 2 or more molecules in the opposite direction. അപ്പോൾ depending upon the type of materials to be transported, ഇതിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് കാരിയർ പ്രോട്ടീനാണ് അവർ ചൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ചില കാരിയർ പ്രോട്ടീൻസ് അല്ലെങ്കിൽ ചില മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഒരുമിച്ച് പോകുന്ന ആൾക്കാരായിരിക്കും. 2 അതിൽ കൂടുതലോ മെറ്റീരിയൽസ് ഒരുമിച്ചാണ് പോകുന്നത്. അങ്ങനെയുള്ളതിനാണെങ്കിൽ അവർ സിംപോർട്ട് കാരിയർ പ്രോട്ടീനെയാണ് ചൂസ് ചെയ്യുക. ഇനി അതേസമയം ഒരെണ്ണം അകത്തേക്ക് പോരുമ്പോൾ മറ്റൊന്ന് പുറത്തേക്ക് മൂവ് ചെയ്യുന്നു, അപ്പോൾ അത് ആണെങ്കിൽ ആൻറ്റിപോർട്ട് കാരിയർ പ്രോട്ടീനാണ് ചൂസ് ചെയ്യുക. അങ്ങനെ ഓരോന്നിനനുസരിച്ച് ഓരോ ടൈപ്പിനനുസരിച്ചിട്ടാണ് അതിൻ്റെ കാരിയർ പ്രോട്ടീൻസ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് യൂണിപോർട്ടും സിംപോർട്ടും ആൻറ്റിപോർട്ടും അങ്ങനെ 3 കാരിയർ പ്രോട്ടീൻസിനെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ യൂണിപോർട്ട് എന്ന് പറയുമ്പോൾ സിംഗിൾ മെറ്റീരിയലാണ്, അപ്പോൾ അതുകൊണ്ട് അതെന്തായാലും ഒരു ഡിറക്ഷനിലേ പോവുള്ളൂ. സിംപോർട്ട് എന്ന് പറയുമ്പോൾ ഒരേ ഡയറക്ഷനിലേക്ക് 2 അതിൽ കൂടുതലോ മെറ്റീരിയൽസിനെ കൊണ്ടുപോകുന്നു. ആൻറ്റിപോർട്ട് എന്ന് പറയുമ്പോൾ 2 അതിൽ കൂടുതലോ മെറ്റീരിയൽസിനെ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ കൊണ്ടുപോകുന്നു. ഈ ടൈപ്സ് ഓഫ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, നമ്മൾ പാസീവ് ട്രാൻസ്പോർട്ടിന് 3 ടൈപ്സ് കണ്ടിരുന്നു. അതേപോലെ തന്നെ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഇസ് ഓൾസോ ഡിവൈഡഡ് ഇൻ ടു 2 types ആസ് പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആൻഡ് സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. അങ്ങനെ 2 തരത്തിലുള്ള ട്രാൻസ്പോർട്ട് മെക്കാനിസംസ് ആണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൻ്റെ ടൈപ്പായിട്ട് വരുന്നത്. ഇനി എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസസ്? സോ പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് direct active transport as it uses direct energy for moving materials or molecules across the membrane. അതായത് ഒരു മെറ്റീരിയലിനെ ട്രാൻസ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ പോകുമ്പോൾ അവിടെ ആ മെറ്റീരിയലിൻ്റെ മൂവ്മെൻറ്റോട് കൂടി തന്നെ എനർജി പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ അവിടെ ആ മെറ്റീരിയൽ മൂവ് ചെയ്യാൻ വേണ്ടി എനർജി പ്രൊഡ്യൂസ് ചെയ്ത ശേഷം മാത്രമാണ് മൂവ്മെൻറ്റ് നടക്കുന്നത്. അങ്ങനെയുള്ളതിനെയാണ് പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എക്സാമ്പിൾ പറയുമ്പോൾ ക്ലിയർ ആവും. എനിവേ ദ എക്സാമ്പിൾ ഫോർ പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഇസ് സോഡിയം പൊട്ടാസ്യം പമ്പ്.
ആൻഡ് നെക്സ്റ്റ് ഇസ് സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. അപ്പോൾ പ്രൈമറി എന്ന് പറയുന്നത് ഡയറക്റ്റ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്നാണ്. അപ്പോൾ സെക്കൻഡറി എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഇൻഡയറക്റ്റ് transport or indirect active transport, as it uses the energy produced or stored by primary active transport. അപ്പോൾ പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് കൂടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള എനർജി വെച്ചിട്ടാണ് സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് നടക്കുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾ പറയുന്ന സോഡിയം ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടൊക്കെയാണ്. അതിൻ്റെ ഞാൻ പറയാം. ആൻഡ് ഇറ്റ് ഈസ് അഗെയിൻ ഡിവൈഡഡ്, ദ സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഇസ് അഗെയിൻ ഡിവൈഡഡ് ഇൻ ടു 2 types ആസ് കോ ട്രാൻസ്പോർട്ട് ആൻഡ് കൗണ്ടർ ട്രാൻസ്പോർട്ട്. കോ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതാണ്, അത് സിംപോർട്ടിൻ്റെ സഹായത്തോടു കൂടി. കൗണ്ടർ ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ, ആൻറ്റി ഡിറക്ഷനിലാണ് വരുന്നത്. അങ്ങനെ 2 ടൈപ്പായിട്ട് പോകുന്നു. സോ ഞാൻ ആദ്യം പറയുന്നത് അബൌട്ട് പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. അതിന് ഞാൻ പറഞ്ഞു സോഡിയം പൊട്ടാസ്യം പമ്പാണ് എക്സാമ്പിൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സോഡിയം പൊട്ടാസ്യം പമ്പ് എന്ന് പറയുന്നതാണ് ഏറ്റവും കോമൺ ആയിട്ട്. ഇനി ഇത് മാത്രമല്ല കേട്ടോ പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ വരുന്നത്. പൊട്ടാസ്യം, ദെൻ ഹൈഡ്രോജൻ അയോൺ പമ്പ് ഉണ്ട്, K+H+ പമ്പ് ഉണ്ട്, കാൽഷ്യം പമ്പ് ഉണ്ട്. അതെല്ലാം പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ വരുന്നതാണ്. പക്ഷേ ഏറ്റവും കോമൺ ആയിട്ടും ഏറ്റവും ന്യൂമറസ് ആയിട്ടും നമ്മുടെ ബോഡിയിൽ കാണുന്ന ഒരു സംഭവമാണ് സോഡിയം പൊട്ടാസ്യം പമ്പ്. അപ്പോൾ ഈ ഒരു പമ്പിനെ പറ്റി പറയുന്നതിന് മുന്നേ വേറെ കുറച്ച് കാര്യങ്ങൾ എനിക്കൊന്ന് പറയാനുണ്ട്. അതായത് യു മൈറ്റ് ബി ഫെമിലിയർ വിത്ത് 2 terms, ദാറ്റ് ഈസ് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ആൻഡ് ആക്ഷൻ പൊട്ടൻഷ്യൽ. കേട്ടിട്ടുണ്ടാവും എല്ലാവരും. റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ വോൾട്ടേജ് ഡിഫറൻസ് ദാറ്റ് occurs across the membrane when the membrane is at rest. റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ആണ്. അപ്പോൾ ഈ ഒരു വോൾട്ടേജ് ഫ്ലക്ച്വേഷനുള്ള റീസൺ എന്ന് പറയുന്നത് മെംബ്രെയിനിൻ്റെ പുറത്ത്, ഓക്കെ, ഔട്ടർ സൈഡ് ഓഫ് ദി മെംബ്രെയിൻ ഈസ് ഓൾവേസ് പോസിറ്റീവ് ആൻഡ് ഇന്നർ സൈഡ് ഈസ് ഓൾവേസ് നെഗറ്റീവ്. ഓക്കെ, അത് ഒരു ഇതാണ്, യൂണിവേഴ്സൽ റൂൾ പോലെയാണ്, നമ്മുടെ ബോഡിക്കകത്ത് ഉണ്ടാവുന്ന ഒരു റൂളാണ്. എല്ലാ സെൽസിൻ്റെയും മെംബ്രെയിൻ എടുത്ത് നോക്കുമ്പോൾ അതിനൊക്കെ ഈ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ഉണ്ടാകും. പക്ഷേ എല്ലാ സെല്ലെന്ന് പറയും പ്രത്യേകിച്ചും ന്യൂറോൺസും അതേപോലെ തന്നെ മസിൽസും ആണ് ഉണ്ടാവുന്നത് ഈ ഒരു വോൾട്ടേജ് ഇതിൽ വരുന്നത്. അപ്പോൾ എല്ലാ സെല്ലിൻ്റെയും, അതായത് ഈ പറഞ്ഞ വോൾട്ടേജ് പോകുന്ന സെൽസിൻ്റെ ഔട്ടർ സൈഡ് എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, ഇന്നർ സൈഡ് എന്ന് പറയുന്നത് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. അതാണ് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിലൊരു സ്റ്റിമുലേഷൻ വരുമ്പോൾ ഈ ഒരു എന്താ പറയുക, ഈ പറഞ്ഞ പോസിറ്റീവ് നെഗറ്റീവ് ചാർജസിനൊരു ചെറിയ ചേഞ്ച് സംഭവിക്കും. അതായത് ഒരു സ്റ്റിമുലേഷൻ വന്നു കഴിഞ്ഞാൽ ആ സ്റ്റിമുലേഷൻ ഉണ്ടായ ഭാഗത്ത് മാത്രം ദ മെംബ്രെയിൻ വിൽ ബിക്കം നെഗറ്റീവ് ഔട്ട്സൈഡ് ആൻഡ് പോസിറ്റീവ് ഇൻസൈഡ്. ഇതാണ് അതിൻ്റെ ഒരു സംഭവം ഉണ്ടാവുന്നത്. ഓക്കെ, എന്നിട്ട് അതിങ്ങനെ അടുത്ത ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്ത് പോകുമ്പോഴാണ് നമ്മൾ അതിനെ ആക്ഷൻ പൊട്ടൻഷ്യൽ എന്നും പറയുന്നത്. അപ്പോൾ ഇതാണ് സാധാരണ രീതിയിൽ സംഭവിക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് we'll discuss in another topic. Okay, അപ്പോൾ ഇപ്പോൾ ഇത്രയും മാത്രം മനസ്സിലാക്കുക. അപ്പോൾ ഇനി ഞാൻ ഈ പോസിറ്റീവ് നെഗറ്റീവ് കേസസ് പറഞ്ഞു. ഇനി അവിടെ വരുന്ന അയോൺസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത് അടുത്തത്. സോ ഔട്ടർ സൈഡ് ഓഫ് ദി മെംബ്രെയിൻ, ദാറ്റ് ഇസ് ന്യൂറോൺ ഓർ മസിൽ, വിൽ ബി ഫിൽഡ് വിത്ത് സോഡിയം അയോൺസ്. Na+ അയോൺസ് ആണ് സെല്ലിൻ്റെ പുറത്ത് കാണുന്നത്, ആൻഡ് K+ അയോൺസ് ആണ് സെല്ലിൻ്റെ അകത്തും കാണുന്നത്. ഓക്കെ, മെംബ്രെയിനിൻ്റെ പുറത്ത് കാണുന്നത് സോഡിയം അയോൺസും അകത്ത് കാണുന്നത് പൊട്ടാസ്യം അയോൺസും ആണ്. ഇതാണ് അതിൻ്റെ സംഭവം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം Na+ ആൻഡ് K+ രണ്ടും പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ആണ് അല്ലേ. പിന്നെ എങ്ങനെ പുറത്ത് പോസിറ്റിവിറ്റിയും ഉള്ളിൽ നെഗറ്റിവിറ്റിയും സംഭവിച്ചു? അതിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും മെംബ്രെയിനിൻ്റെ പുറത്ത് സോഡിയം അയോൺസ് ഗ്രേറ്റർ നമ്പർ ആയിരിക്കും, മെംബ്രെയിൻ്റെ അകത്ത് പൊട്ടാസ്യം അയോൺസ് ആയിരിക്കും കൂടുതലുണ്ടാവുക. പക്ഷേ പുറത്തുള്ള സോഡിയം അയോൺസിനെ അല്ലെങ്കിൽ പുറത്തുള്ള ആ ഒരു പോസിറ്റീവ് ചാർജസിൻ്റെ നമ്പർ നോക്കുമ്പോൾ അകത്ത് എപ്പോഴും ഒരു നമ്പർ കുറവായിരിക്കും. ഇപ്പം നിങ്ങൾ ഈ പിക്ചർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് ദർ ആർ 3 Na+ ions and 2 K+ ions. ഓക്കെ, ആ മൂവ്മെൻറ്റ് കാണിക്കുന്നത് 3 Na+ and 2 K+ ആണ്. ദാറ്റ് മീൻസ് സെല്ലിൻ്റെ പുറത്ത് അല്ലെങ്കിൽ മെംബ്രെയിനിൻ്റെ പുറത്ത്, ഫോർ എക്സാമ്പിൾ, ദർ ആർ 100 Na+ ions. ഓക്കെ, 100 Na+ ions ആണ് മെംബ്രെയിനിൻ്റെ പുറത്ത് കാണുന്നത്. ആൻഡ് സെല്ലിൻ്റെ അകത്ത്, അതായത് മെംബ്രെയിനിൻ്റെ അകത്ത് കാണുന്ന പൊട്ടാസ്യം അയോൺസിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 99 ആയിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഒരു പോസിറ്റീവ് ചാർജിൻ്റെ ഡിഫറൻസ്
സെല്ലിൻ്റെ അകത്ത് വരുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഡിഫറൻസ് ലീഡ്സ് ടു നെഗറ്റിവിറ്റി ഇൻസൈഡ് ദി മെംബ്രെയിൻ ഓഫ് ഈച്ച് സെൽ. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അത് സാരമില്ല, ഇതിപ്പോൾ ഇങ്ങനെ പോട്ടെ, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും, ഫോർ ടൈം ബീങ് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് വേറൊരു കോണ്ടെക്സ്റ്റിൽ പഠിക്കാനുണ്ട്, ആ സമയത്ത് അതിനെ പറ്റിയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇത്രയും മാത്രം മനസ്സിലാക്കുക. ഒരു മെംബ്രെയിനിൻ്റെ പുറത്ത് സോഡിയം അയോൺസ് കൂടുതലായിരിക്കും. ആൻഡ് എപ്പോഴും നമ്പർ ഓഫ് സോഡിയം അയോൺസിനേക്കാളും ഒരു പൊട്ടാസ്യം അയോൺ കുറവായിരിക്കും ഇൻസൈഡ് ദി മെംബ്രെയിൻ. സോ ഈ സോഡിയം പൊട്ടാസ്യം പമ്പ് എപ്പോഴാണ് വർക്ക് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, വെൻ ദർ ഇസ് എ സ്റ്റിമുലസ് ആപ്ലിക്കേഷൻ ഓൺ ദി മെംബ്രെയിൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു മെംബ്രെയിൻ്റെ മുകളിൽ ഒരു സ്റ്റിമുലസ് വരുമ്പോൾ ഈ പുറത്തുള്ള സോഡിയം അയോൺസ് മെംബ്രെയിൻ്റെ അകത്തേക്കും പോകും, അകത്തുള്ള പൊട്ടാസ്യം അയോൺസ് മെംബ്രെയിൻ്റെ പുറത്തേക്കും പോകും. ഇതാണ് അവിടെ സ്റ്റിമുലസ് ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്ന കാര്യം. മെംബ്രെയിൻ്റെ അകത്തേക്ക് സോഡിയം അയോൺസ് വരും, പുറത്തേക്ക് പൊട്ടാസ്യം അയോൺസും പോകും. ആൻഡ് തിരിച്ച് അതിനെ നോർമൽ ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് വരുന്ന പമ്പാണ് ഈ പറഞ്ഞ സോഡിയം പൊട്ടാസ്യം പമ്പ്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, അകത്ത് വന്നിട്ടുള്ള സോഡിയം അയോൺസിനെ പുറത്തേക്ക് കളയണം. അതായത് അകത്ത് സോഡിയം അയോൺസ് വന്നിട്ടുണ്ട്, അവരെ പുറത്തേക്ക് കളയണം. പുറത്ത് പോയ പൊട്ടാസ്യം അയോൺസിനെ തിരിച്ച് അകത്തേക്കും എത്തിക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അറിയാം, മെംബ്രെയിനിൻ്റെ പുറത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, മെംബ്രെയിനിൻ്റെ പുറത്ത് സോഡിയം അയോൺസ് കൂടുതലാണ്, അകത്ത് പൊട്ടാസ്യം അയോൺസും കൂടുതലാണ്. സോ ദേ ആർ മൂവിങ് ഇൻ ദി direction, that is they are moving from a region of lower concentration to a region of higher concentration. അങ്ങനെയാണ് അതിൻ്റെ മൂവ്മെൻറ്റ് സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ സോഡിയം അയോൺസ് പുറത്തേക്കും പൊട്ടാസ്യം അയോൺസ് അകത്തേക്കും മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു എനർജി കിട്ടാൻ വേണ്ടി ATP will get degraded into ADP and inorganic phosphate. അങ്ങനെ സ്പ്ലിറ്റ് ആയിട്ട് വരുന്നു. അപ്പോൾ ഈ ഒരു എനർജി പ്രൊഡക്ഷന് സഹായത്തോട് കൂടിയിട്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു എനർജി പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് സോഡിയം അയോൺസ് മെംബ്രെയിൻ്റെ അകത്ത് നിന്ന് പുറത്തേക്കും പൊട്ടാസ്യം അയോൺസ് മെംബ്രെയിൻ്റെ പുറത്ത് നിന്ന് അകത്തേക്കും എൻ്റർ ചെയ്യുന്നത്. ഇതാണ് സോഡിയം പൊട്ടാസ്യം പമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആ ATP ഡിഗ്രേഡ് ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജിയാണ് സോഡിയത്തിനെ മൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്, ആൻഡ് പൊട്ടാസ്യത്തിനെ അകത്തേക്ക് മൂവ് ചെയ്യാനായിട്ടും സഹായിക്കുന്നത്. സോ ദർ ഇസ് ഡയറക്റ്റ് യൂട്ടിലൈസേഷൻ ഓഫ് എനർജി ഫോർ ദ മൂവ്മെൻറ്റ് ഓഫ് മെറ്റീരിയൽസ്. അങ്ങനെയാണ് ഈ പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന മെക്കാനിസം അവിടെ നടക്കുന്നത്. ഓക്കെ, സോ ഇത് തന്നെയാണ്. നെക്സ്റ്റ് ഒരു പിക്ചറും കൂടിയും വരുന്നുണ്ട്, സെയിം അത് തന്നെയാണ് അതിലും പറയുന്നത്. ആദ്യം സോഡിയം അയോൺസ് അകത്തേക്ക് വരുന്നു. ഫസ്റ്റ് പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ദാറ്റ് ഈസ് സോഡിയം അയോൺ, സെല്ലിൻ്റെ അകത്ത് സോഡിയം അയോൺസ് ആ കാരിയർ പ്രോട്ടീനോട് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നു. എന്നിട്ട് അവിടെയുള്ള ആ ATP ബ്രേക്ക് ഡൗൺ ചെയ്ത് ADP ഇൻഓർഗാനിക് ഫോസ്ഫേറ്റ് ആവുന്നു. അപ്പോൾ ആ എനർജിയുടെ സഹായത്തോടു കൂടി സോഡിയം അയോൺസ് പുറത്തേക്ക് പോയിട്ട് പൊട്ടാസ്യം അയോൺസ് അകത്തേക്ക് കയറി വരുന്നു. നെക്സ്റ്റ് പിക്ചറിൽ ഇതിനേക്കാളും കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവാൻ നല്ലത് കഴിഞ്ഞ പിക്ചറാണ്, ഞാൻ ജസ്റ്റ് ഇതിൻ്റെ കൂടെ വെച്ചു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ദെൻ കംസ് സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഇപ്പോൾ സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഈ കോ ട്രാൻസ്പോർട്ടിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. കോ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരേ സമയം 2 പേര് പോകുന്നത്. ഇപ്പോൾ 2 പേര് ഒരുമിച്ച് കൂടി ഒരു റൂമിലേക്ക് കടക്കാൻ പോകുന്നു. ഓക്കെ, ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു റൂമാണ്, ആ റൂമിനകത്ത് എന്തായിരിക്കുന്നതെന്ന് ഒന്നും അറിയില്ല. 2 പേര് ഒരുമിച്ചാണ് പോകുന്നത്. അപ്പോൾ അതിൽ A and B, അതാണ് 2 പേര്. അതിൽ A എന്ന് പറയുന്ന ആൾക്ക് അത്യാവശ്യം നല്ല ധൈര്യമുണ്ട്, B എന്ന് പറയുന്ന ആൾക്ക് അത്ര ധൈര്യം ഇല്ല. അങ്ങനെ വരുമ്പോൾ എന്താണ് ചെയ്യുന്നത്? A ആദ്യം എന്ത് ചെയ്യും? ഓക്കെ, ബിയിനോട് പറയും, അവിടെ നിൽക്ക്, ഞാൻ അകത്ത് പോയിട്ട് എന്താണെന്ന് സിറ്റുവേഷൻ നോക്കിയതിന് ശേഷം നിന്നെ വിളിച്ചുകൊണ്ട് പോവാം എന്നും പറഞ്ഞിട്ട് A ധൈര്യം മുഴുവൻ എടുത്തും കൊണ്ട് അകത്തേക്ക് പോയി, റൂമിൻ്റെ അകത്തേക്ക് പോയിട്ട് അവിടുത്തെ സിറ്റുവേഷൻ എല്ലാം കണ്ടറിഞ്ഞ ശേഷം തിരിച്ച് പുറത്തേക്ക് വന്ന് ബിയിനെയും കൂട്ടിയിട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ ബി കൂടെ പോകുന്നത് എന്ത് ധൈര്യത്തിൻ്റെ മുകളിലാണ്? ഓക്കെ, A നല്ല ധൈര്യമായിട്ട് നിൽക്കുന്നു, A വളരെ പോസിറ്റീവാണ്, അപ്പോൾ അതുകൊണ്ട് Aനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എനിക്ക് അകത്തേക്ക് പോകാം എന്നാണ് ബി വിചാരിക്കുന്നത്. അപ്പോൾ Aയുടെ ആ ഒരു എനർജീനെ, അല്ലെങ്കിൽ Aയുടെ ആ ഒരു ധൈര്യത്തിൻ്റെ മുകളിലാണ് ബിയുടെ അകത്തേക്കുള്ള എൻട്രി അവിടെ സംഭവിക്കുന്നത്. ഇതേപോലെയാണ്
ഈ കോ ട്രാൻസ്പോർട്ട് നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നത് സോഡിയം ആൻഡ് ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടാണ്. അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ പോലെ ബിയുടെ കേസ് പറഞ്ഞ പോലെയാണ്. തീരെ ധൈര്യമില്ലാത്ത ആൾ അല്ലെങ്കിൽ തന്നയ്ക്ക് പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. സോ ഇറ്റ് ഈസ് ഓൾവേസ് ഡിപ്പെൻഡൻറ്റ് ഓൺ സോഡിയം അയോൺ ഫോർ ഇറ്റ്സ് ട്രാൻസ്പോർട്ട്. അപ്പോൾ സോഡിയം ആദ്യം അകത്തേക്ക് പോയിട്ടുണ്ട്, എന്നിട്ട് സോഡിയം പൊട്ടാസ്യം പമ്പ് വഴി തിരിച്ച് പുറത്തേക്ക് വന്നപ്പോൾ അവിടെ എനർജി ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ എനർജിയുടെ സഹായത്തോട് കൂടിയിട്ട് സോഡിയം പറയാണ്, ഓക്കെ ഞാനിപ്പോൾ പുറത്തേക്ക് വരാൻ വേണ്ടി ഓൾറെഡി എനർജി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ആ എനർജി വെച്ചിട്ട് നിനക്കും കൂടെ എൻ്റെ കൂടെ അകത്തേക്ക് കയറി വരാം എന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യും, സോഡിയം ഗ്ലൂക്കോസിനെയും കൂടെ കൂട്ടിയിട്ട് സെല്ലിൻ്റെ അകത്തേക്ക് മൂവ് ചെയ്യും. എന്നിട്ട് ഗ്ലൂക്കോസ് സെല്ലിൻ്റെ അകത്തേക്ക് വരും. അതിനുശേഷം പിന്നെ സോഡിയത്തിന് അവിടെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. സോ വാട്ട് ഹാപ്പൻസ് ടു സോഡിയം? ഇറ്റ് ഗോസ് ബാക്ക് ത്രൂ എഗെയിൻ സോഡിയം പൊട്ടാസ്യം പമ്പ് വഴി തന്നെ വീണ്ടും അത് തിരിച്ച് പുറത്തേക്ക് പോകുന്നു. ഇതാണ് കോ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് കൗണ്ടർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ കൗണ്ടർ ട്രാൻസ്പോർട്ടിൽ എന്ത് സംഭവിക്കുന്നു? ഒരേ സമയം സോഡിയം അകത്തേക്ക് മൂവ് ചെയ്യുക, അല്ലെങ്കിൽ സോഡിയം ഏതെങ്കിലും ഒരു ഡിറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ മറ്റേ സെല്ല്, ഇപ്പോൾ ഇതാ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന സോഡിയം അകത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ ഒരു പിക്ചറിൽ കാൽഷ്യം പുറത്തേക്ക് മൂവ് ചെയ്യുന്നു, അടുത്തതിൽ സോഡിയം അകത്തേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് H+ അയോൺ പുറത്തേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു മെക്കാനിസമാണ് അവിടെ നടക്കുന്നത്. വാട്ട് എവർ ഇറ്റ് ഈസ്, ഇൻ സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് സോഡിയം പൊട്ടാസ്യം പമ്പ് വഴി എനർജി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു എനർജൈസ്ഡ് ആയിട്ടുള്ള സോഡിയം അയോൺസിൻ്റെ മൂവ്മെൻറ്റോട് കൂടിയിട്ടാണ് അതിൻ്റെ കൂടെ വരുന്ന മെറ്റീരിയലിൻ്റെ മൂവ്മെൻറ്റും സംഭവിക്കുന്നത്. ഇറ്റ് മേ ബി ഐദർ കോ ട്രാൻസ്പോർട്ട് ഓർ കൗണ്ടർ ട്രാൻസ്പോർട്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ പറഞ്ഞ സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് മെക്കാനിസം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അബൌട്ട് ദി ടൈപ്സ് ഓഫ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. പിന്നെ ഉള്ളത് സ്പെഷ്യൽ ടൈപ്സ് ഓഫ് ട്രാൻസ്പോർട്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പാസീവ് ആൻഡ് ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ് ഏറ്റവും ഇതായിട്ട് നടക്കുന്നത്. പിന്നെ അത് കൂടാതെ മറ്റുള്ള ചില മെറ്റീരിയൽസ് ഒക്കെ വരുമ്പോൾ എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് മെക്കാനിസംസ് നടക്കുന്നത് നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളതാണ്. ആൻഡ് the special type of transport is also called vesicular transport, and it is of 3 types: endocytosis, exocytosis and transcytosis. അപ്പോൾ എൻഡോസൈറ്റോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പറയുന്നത് സെൽ ഡ്രിങ്കിങ് പ്രോസസ്സ് എന്നാണ്. അതായത് സെല്ലിൻ്റെ പുറത്ത്, ഏതെങ്കിലും ഒരു സെല്ലിൻ്റെ പുറത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മെറ്റീരിയൽ വന്നു കഴിഞ്ഞാൽ അതിനെ സെല്ലിൻ്റെ അകത്തേക്ക് എടുക്കുന്ന പ്രോസസ്സാണ് എൻഡോസൈറ്റോസിസ് എന്ന് പറയുന്നത്. ആൻഡ് യു മൈറ്റ് ബി ഫെമിലിയർ വിത്ത് എ ടേം കോൾഡ് ഫാഗോസൈറ്റോസിസ്. ഫാഗോസൈറ്റോസിസ് എന്താണ്? ഒരു ഫോറിൻ മെറ്റീരിയൽ നമ്മുടെ ബോഡിയിലേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ആ സെൽസ് ഉള്ളിലേക്ക് എടുത്തിട്ട് ലൈസോസോമിൻ്റെ സഹായത്തോടു കൂടി ഡിസ്ട്രോയ് ചെയ്യുന്ന മെക്കാനിസമാണ് ഫാഗോസൈറ്റോസിസ്. അത് തന്നെയാണ് എൻഡോസൈറ്റോസിസ് എന്ന് പറയുന്നത്. ഫാഗോസൈറ്റോസിസ് ഈ എൻഡോസൈറ്റോസിൻ്റെ ഒരു സബ് ടൈപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സോ എൻഡോസൈറ്റോസിസ് ഇസ് ഓൾസോ കോൾഡ് സെൽ ഡ്രിങ്കിങ്. സെൽ ടേക്സ് അപ്പ് particles that are too large to be transported actively or passively. അപ്പോൾ ഈ ഇതിൽ വരുന്ന ഈ എൻഡോസൈറ്റോസിസ് എക്സോസൈറ്റോസിസ് ഒക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവിടുത്തെ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് കൂടെയോ പാസീവ് ട്രാൻസ്പോർട്ട് കൂടെയോ മൂവ് ചെയ്യാൻ പറ്റാത്ത മെറ്റീരിയൽസാണ്. അത്രയും വലിയ മെറ്റീരിയൽസ് ആയിരിക്കും. അതാണ് ഈ പറഞ്ഞ മെക്കാനിസംസിൽ കൂടെ എൻട്രി ചെയ്യുന്നത്. ഈ സ്റ്റേജസ് ഓഫ് എൻഡോസൈറ്റോസിസ്: the particle makes contact with the cell membrane. The cell membrane invaginates and the invagination gets pinched off, leaving the membrane intact. അതാണ് എൻഡോസൈറ്റോസിസിൻ്റെ. ഇനി അതെങ്ങനെയാണ് ഈ പിക്ചറിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഏറ്റവും ആദ്യം ആ ഒരു മെറ്റീരിയൽ ആ സെൽ മെംബ്രെയിനുമായിട്ട് കോൺടാക്ട് ചെയ്തു. അപ്പോൾ സെൽ മെംബ്രെയിൻ എന്ത് ചെയ്തു? ചെറുതായിട്ടൊരു ഇൻവാജിനേഷൻ പോലെ ഫോം ചെയ്തു. അതിനുശേഷം ആ ഇൻവാജിനേഷൻ്റെ 2 സ്യൂഡോപോഡിയ എന്ന് പറയുന്ന ആ മെറ്റീരിയൽ അത് രണ്ടും തമ്മിൽ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നു. കമ്പൈൻ ചെയ്ത ശേഷം അതൊരു ചെറിയ വെസീക്കിൾ പോലെ ഫോം ചെയ്ത് സെല്ലിൻ്റെ അകത്തേക്ക് ആ വെസീക്കിളായിട്ട് മൂവ് ചെയ്യും. ഇതാണ് എൻഡോസൈറ്റോസിസിൽ നടക്കുന്നത്. അതേപോലെ തന്നെ അപ്പോൾ ഫാഗോസൈറ്റോസിസ് അതിനൊരു എക്സാമ്പിളാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ഒരു മെറ്റീരിയൽ വരുന്നു, അത് ഉള്ളിലേക്ക് എടുത്തു പോകുന്നു. ഇങ്ങനെ പലതരത്തിലുള്ളതും ഉണ്ട്. ഓക്കെ, പൈനോസൈറ്റോസിസ് എന്ന് പറയുന്നത് ഫ്ലൂയിഡ് മെറ്റീരിയൽസോ അല്ലെങ്കിൽ ചെറിയ ചെറിയ മെറ്റീരിയൽസോ ഒക്കെയാണ്. ദെൻ റിസെപ്റ്റർ മീഡിയേറ്റഡ് എൻഡോസൈറ്റോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ ആൻറ്റിബോഡീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു റിസെപ്റ്റേഴ്സ് വന്നിട്ട് കമ്പൈൻ ചെയ്തിട്ട് വരുന്നത്. അപ്പോൾ സെല്ലിൻ്റെ അകത്തേക്ക് എടുക്കുന്നതാണ് എൻഡോസൈറ്റോസിസ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് എക്സോസൈറ്റോസിസ് എന്ന് പറയുന്നത്. Exocytosis is also called cell splitting, as the cell releases its contents to the exterior.
ഇനി സ്റ്റേജസ് ഓഫ് എക്സോസൈറ്റോസിസ്. എൻഡോസൈറ്റോസിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് എക്സോസൈറ്റോസിസ്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി സെല്ലിൽ നിന്ന് പുറത്തേക്ക് റിലീസ് ചെയ്യാനുള്ള മെറ്റീരിയൽ ആ സെല്ലിൻ്റെ അകത്തൊരു വെസിക്കിൾ പോലെ ഇരിക്കുന്നുണ്ടാവും. അത് പതുക്കെ പതുക്കെ സെൽ മെംബ്രെയിനിൻ്റെ അടുത്തേക്ക് വന്ന് സെൽ മെംബ്രെയിനുമായിട്ട് ഫ്യൂസ് ചെയ്ത ശേഷം അതിനകത്തുള്ള മെറ്റീരിയലിനെ സെല്ലിൻ്റെ പുറത്തേക്ക് റിലീസ് ചെയ്യുന്നു. അതാണ് സെൽ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത്. The materials to be extruded are enveloped in a sac-like structure. The plasma membrane and material membrane fuses, thereby releasing the material to the exterior of the cell. ഇങ്ങനെയാണ് അതിൻ്റെ മെക്കാനിസം നടക്കുന്നത്. ഈ പിക്ചറിൽ ഏറ്റവും ആദ്യം ആ സെൽ എന്താണോ പുറത്തേക്ക് റിലീസ് ചെയ്യാനുള്ള അതൊരു വെസിക്കിളായിട്ട് ഓൾറെഡി സെല്ലിൻ്റെ അകത്ത് ഇരിക്കുന്നുണ്ടാവും. അത് പതുക്കെ മൂവ് ചെയ്തിട്ട് ആ സെൽ മെംബ്രെയിനിൻ്റെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് സെൽ മെംബ്രെയിനുമായിട്ട് ഫ്യൂസ് ചെയ്ത ശേഷം അതിനകത്തുള്ള മെറ്റീരിയൽസിനെ സെല്ലിൻ്റെ പുറത്തേക്ക് റിലീസ് ചെയ്യുന്നു. ഇതാണ് എക്സോസൈറ്റോസിസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുന്നത് സിനാപ്റ്റിക് ട്രാൻസ്മിഷനാണ്. സിനാപ്സിൽ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ന്യൂറോ ട്രാൻസ്മിറ്റർ സിനാപ്റ്റിക് ക്ലെഫ്റ്റിലേക്ക് റിലീസ് ചെയ്യുന്നത് ഈ പറഞ്ഞ എക്സോസൈറ്റോസിസ് കൂടെയാണ്. എനിവേ നമുക്കത് ആ ഒരു കോണ്ടെക്സ്റ്റിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആവും. ആൻഡ് ദി ലാസ്റ്റ് ടൈപ്പ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ട്. അതിന് മുന്നേ ഇത് ജസ്റ്റ് ഒരു എൻഡോസൈറ്റോസിസും എക്സോസൈറ്റോസിൻ്റെ ഡിഫറൻസ് കാണിച്ചതാണ്. എൻഡോസൈറ്റോസിസ് എന്ന് പറയുമ്പോൾ മെറ്റീരിയൽ സെല്ലിൻ്റെ പുറത്ത് വരുന്നു, അത് കോൺടാക്റ്റ് ആകുമ്പോൾ അവിടെ ഒരു ഇൻവാജിനേഷൻ ഫോം ചെയ്ത ഒരു വെസിക്കിൾ പോലെ സെല്ലിൻ്റെ അകത്തേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം എക്സോസൈറ്റോസിസ് ആണെങ്കിൽ ഓൾറെഡി സെല്ലിൻ്റെ അകത്തൊരു വെസിക്കിൾ പോലെ ഫോം ചെയ്യും, പിന്നെ അതിന് ശേഷം സെല്ലിൻ്റെ പുറത്തേക്ക് അതിനെ റിലീസ് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ദി ലാസ്റ്റ് ഈസ് ട്രാൻസൈറ്റോസിസ്. ട്രാൻസൈറ്റോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിൻ്റെയും കൂടിയിട്ടൊരു കോമ്പിനേഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ട്രാൻസൈറ്റോസിസ് ഇസ് ദ ട്രാൻസ്പോർട്ട് ഓഫ് വേരിയസ് മാക്രോമോളിക്യൂൾസ് അക്രോസ് ദി ഇൻറ്റീരിയർ ഓഫ് ദി സെൽ. അപ്പോൾ സെല്ലിൻ്റെ അകത്ത് അവിടെ പ്രത്യേകിച്ച് ഒന്നും നടക്കുന്നില്ല. ജസ്റ്റ് ആ മെറ്റീരിയൽ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി സെല്ലിൻ്റെ ഉള്ളിൽ കൂടെ ട്രാൻസ്പോർട്ട് ചെയ്ത് പോകുന്നു. അത്രയേ ഉള്ളൂ ട്രാൻസൈറ്റോസിസ് എന്ന് പറയുന്നത്. Macromolecules are taken in as vesicles and through one side of the cell and ejected through the other side. Blood capillaries are blood capillaries are well known site for transcytosis. അപ്പോൾ ഇതിൽ ഇപ്പം എന്തെങ്കിലും തരത്തിലുള്ളതാ ഇപ്പോൾ ഈ പിക്ചറിൽ കാണിച്ചിട്ടുള്ള പോലെ ആൽബുമിൻ പോലത്തെ ഒരു മെറ്റീരിയൽ അത് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇരിക്കുന്നുണ്ട്. ലൈക്ക് ബ്ലഡിൻ്റെ പുറത്ത് എവിടെയെങ്കിലും ആണ് ഇരിക്കുന്നത്. അപ്പോൾ അതിന് അപ്പുറത്തെ സൈഡിലേക്ക്, അതായത് ഇപ്പോൾ ഇത് ഒരു ഫ്ലൂയിഡ് മെറ്റീരിയലാണ്, ഇത് ബ്ലഡ് വെസലാണ്, ഇത് അടുത്ത ഫ്ലൂയിഡ് മെറ്റീരിയലാണ് എന്ന് വിചാരിക്കാം. ഓക്കെ, ഇവിടെ എഴുതിയിട്ട് തന്നെ ഉണ്ട് ബ്ലഡ് വെസൽ ല്യൂമൻ. ബ്ലഡ് വെസലിനകത്താണ് ആൽബുമിനെ കാണുന്നത്. അപ്പോൾ ആൽബുമിന് എന്ത് വേണം? ഒരു എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലേക്ക് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് മൂവ് ചെയ്യണം. സോ വാട്ട് ഹാപ്പൻസ്? ആൽബുമിൻ ആദ്യം എൻഡോസൈറ്റോസിസ് എന്നുള്ള ഒരു രീതിയിൽ കൂടെ സെല്ലിൻ്റെ അകത്തേക്ക് എൻട്രി ചെയ്യുന്നു. പക്ഷെ സെല്ലിൻ്റെ അകത്ത് വെച്ച് അതിന് ഒരു ചേഞ്ചും സംഭവിക്കുന്നില്ല. ജസ്റ്റ് അത് കൂടെ അങ്ങനെ പാസ് ചെയ്ത് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്നിട്ട് സെല്ലിൻ്റെ അതർ സൈഡിൽ പോയിട്ട് എക്സോസൈറ്റോസിസ് വഴി അത് പുറത്തേക്ക് റിലീസ് ചെയ്യുന്നു. ഏത് ഏരിയയിലേക്കാണോ അത് റിലീസ് ചെയ്യപ്പെടേണ്ടത് ആ ഏരിയയിലേക്ക് അതിനെ റിലീസ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ട്രാൻസൈറ്റോസിസ് എന്ന് പറയുന്നത്. ഈ കാവിയോലെ എന്ന് പറയുന്നത് ആ ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചർ, ഈ ഒരു ആൽബുമിൻ കണ്ടെയ്ൻ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു മാക്രോമോളിക്യൂൾ കണ്ടെയ്ൻ ചെയ്യുന്ന സാക്ക് ലൈക്ക് സ്ട്രക്ചറിനെയാണ് കാവിയോലെ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് അബൌട്ട് ട്രാൻസൈറ്റോസിസ് ആൻഡ് ദിസ് മച്ച് അബൌട്ട് ട്രാൻസ്പോർട്ട് അക്രോസ് ദി സെൽ മെംബ്രെയിൻ. അപ്പോൾ ഇതാണ് അതിൻ്റെ വേരിയസ് ടൈപ്സ്. പാസീവ് ട്രാൻസ്പോർട്ടും ആക്റ്റീവ് ട്രാൻസ്പോർട്ടും ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സ്പെഷ്യൽ ടൈപ്പ് അങ്ങനെ ചോദിക്കാറില്ല, മറ്റു രണ്ടുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സോ ദിസ് മച്ച് അബൌട്ട് ദിസ് ടോപ്പിക് ആൻഡ് സോ താങ്ക് യു.